പുരാതന ഭാരതത്തിലെ മഹാപണ്ഡിതനും സാമ്പത്തിക വിദഗ്ധനും തത്വജ്ഞാനിയുമായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യനെ സാമ്രാജ്യത്തിന്റെ അധിപതിയാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ അറിവുകൾ ചാണക്യനീതിയിൽ നമുക്ക് ലഭ്യമാണ്. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ആചാര്യ ചാണക്യന്റെ അറിവുകൾ ഉപകാരപ്രദമാണ്. ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ആകമാനം ഇരുൾ നിറഞ്ഞതാക്കി മാറ്റുവാൻ സാധ്യതയുള്ള 3 തരം ആളുകളെ കുറിച്ചാണ്. ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം നെഗറ്റീവ് എനർജി കൊണ്ട് നിറയുവാൻ കാരണമായി തീരും. ശത്രുവിനേക്കാൾ വിഷമിപ്പിക്കുന്ന വളരെ അപകടകാരിയായ ചിലർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരുടെ സാന്നിധ്യമോ സ്വാധീനമോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സന്തോഷമോ സമാധാനമോ വിജയമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് വിവേകപൂർണമായ അകലം പാലിക്കുന്നതിൽ നാം ശ്രദ്ധിക്കണം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന അത്യാഗ്രഹികളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ യാതൊരു നന്മയും കാക്ഷിക്കാത്ത അത്തരം ആളുകൾ അസൂയ മൂലം നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരാണ്. എത്ര വലിയ പ്രതിസന്ധിയിൽപ്പെട്ടാലും ജീവിതം വഴിമുട്ടിയാലും ഇത്തരക്കാരുടെ ഉപദേശമോ സഹായമോ നാം സ്വീകരിക്കരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം അത്യാഗ്രഹവും അസൂയയും മൂലം അവർ ഒരിക്കലും ശരിയായ ഉപദേശം നൽകുകയില്ല. മാത്രമല്ല അവരുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ നന്മയേക്കാൾ പിന്നീട് ദോഷമായി മാറും. അവർ നൽകുന്ന സഹായത്തിലും ഉപദേശത്തിലും ഒളിഞ്ഞിരിക്കുന്ന ചതി നമുക്ക് പെട്ടെന്ന് മനസ്സിലായി തീരുകയില്ല. ഗർവിഷ്ഠരും മറ്റുള്ളവർക്ക് വില കൽപ്പിക്കാത്തവരുമായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയോ അവരിൽ നിന്ന് ഉപദേശം തേടുകയോ ചെയ്യുന്നത് നമുക്ക് ഗുണത്തേക്കാൾ ദോഷകരമായി തീരും. ഇത്തരക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവർ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്നു മാത്രമല്ല തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ശത്രുക്കൾ മുന്നിൽ നിന്നാണ് ആക്രമിക്കുന്നതെങ്കിൽ ഇത്തരക്കാർ പിന്നിൽ നിന്ന് നമ്മെ ആക്രമിക്കും. കൂടെയുണ്ടെന്ന് കരുതുമ്പോൾ തന്നെ അവർ നമ്മെ വിട്ടുപോവുകയും ചെയ്യും. കാരണം അവർ അവരുടെ മാത്രം നന്മയും സ്വന്തം പ്രശസ്തിയുമാണ് ആഗ്രഹിക്കുന്നത്. അതിനായി അവർ എന്തും ചെയ്യുവാൻ മടിക്കുകയില്ല. ശത്രുവിന്റെ ആക്രമത്തെ നാം കരുതിയിരിക്കുമെങ്കിൽ ഇത്തരക്കാർ അപ്രതീക്ഷിതമായി നമുക്ക് എതിരെ തിരിയുകയും നമുക്ക് വളരെ ഏറെ പ്രതിസന്ധികളെ നേരിടേണ്ടതായി വരികയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. മുൻകോപികൾക്ക് ശരിതെറ്റുകളെ വിവേചിച്ചറിയുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മുൻകോപം അവർക്കും മറ്റുള്ളവർക്കും ദോഷം സൃഷ്ടിക്കുന്നു. കാര്യകാരണ വിവേചനം കൂടാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ക്ഷിപ്രകോപികൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇത്തരക്കാരോട് അടുത്ത് ഇടപെടുന്നവരും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും അവിവേകപൂർണമായ തീരുമാനമെടുക്കുന്ന ഇവർ തങ്ങളുടെ അടുത്ത സ്നേഹിതരും സഹകാരികളുമായിരിക്കുന്നവർക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിഷേധാത്മക ഊർജം കൊണ്ടുവരുവാൻ നാം ആരെയും അനുവദിക്കരുത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സ്നേഹിതരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി മാറുവാൻ സഹായിക്കുമല്ലോ. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.